ഇതിൽ കുറെ ജയറാമിന് ഒരു ചെറിയൊരു ട്രിബ്യൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വർക്കായിട്ടുണ്ട്. പടം ബോറടിക്കൂല, എല്ലാവർക്കും അടിപൊളിയായിട്ട് കാണാം. തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര അവസാനം കൂടെ നമുക്ക് കരച്ചിലൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് പടം കൊണ്ടെത്തിയതാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. സൂപ്പറായിട്ട് ഒരു നടനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സിലൊരു നടനുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ നടൻ പുറത്തേക്ക് വരും. എക്സലന്റ് മൂവി, അസലായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എക്സലന്റ് മൂവി, എല്ലാവരും പോയി കാണും. പിന്നെ ഫുൾ ഫാമിലി എന്റർടൈനറാണ്. എല്ലാവരും വന്ന് കണ്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലൊരു മൂവിയാണ്. നമ്മളൊരു ഫാൻ ബോയ് ഫീൽഡ് കാണുമ്പോൾ നമ്മളൊക്കെ ഒരു യൂത്ത്, ഒരു യങ്ങർ, അല്ലെങ്കിൽ ഒരു നമ്മൾ 7-8 വയസ്സിൽ കാണുന്ന ഒരു ഫീല് വീണ്ടും കിട്ടിയ ഒരു പ്രതീതി വന്നിട്ടുണ്ട്. ഫൈനൽ സീൻ ഞാൻ കാണാനുണ്ടായിരുന്നില്ല, ഞാൻ ഇല്ലായിരുന്നല്ലോ. പക്ഷെ എനിക്കിപ്പോ കണ്ടപ്പോ എനിക്ക് ഇമോഷണലി വന്നു. നമുക്കും കണക്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ഛനും മോനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട്, അടിപൊളിയുണ്ട്. കാളിദാസ് സർ എല്ലാവരും സൂപ്പർ ആയിരുന്നു. നല്ല കോമഡി ഫിലിമാണ്. കരഞ്ഞോ? ക്ലൈമാക്സിൽ നല്ലതായിരുന്നു. ലാസ്റ്റൊക്കെ ആവുന്ന ഈ ക്ലൈമാക്സിലൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര കുറച്ചുകൂടി ഇമോഷണലി ആവുന്നുണ്ട്. അതിൽ പെർഫോമൻസ് ആയാലും ജയറാമേട്ടൻ്റെ ആയാലും അതേ കാളിദാസിൻ്റെ ഒക്കെ പെർഫോമൻസ് അല്ല. പണ്ട് നമ്മൾ കൊച്ചു സന്തോഷങ്ങൾ പോയ സിനിമ കണ്ട പോലെ തന്നെ നല്ലൊരു കോംബോ ആണ്. കാരണം നമുക്ക് അവസാനം നമ്മുടെ കണ്ണ് കറിയും. ജയറാമേട്ടൻ തന്നെ പറയുമ്പോൾ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരുടെ നടനല്ല, ഒരു ഹീറോ അല്ല. പുള്ളിയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പടമാണത്. ജയറാമേട്ടന് ഫസ്റ്റ് ഹാഫൊക്കെ ജയറാമേട്ടൻ, സെക്കൻഡ് ഹാഫിലും ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചു അടിപൊളി. ഇതിൽ കുറെ ജയറാമിന് ഒരു ചെറിയൊരു ട്രിബ്യൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വർക്കായിട്ടുണ്ട്. പടം ബോറടിക്കൂല, എല്ലാവർക്കും അടിപൊളിയായിട്ട് കാണാം. പഴയ ആക്ടിങ് എങ്ങനെയാണോ മെത്തേഡ് ആക്ടിങ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് കാളിദാസ് ജയറാമേട്ടനെ പൊളിച്ചെടുക്കും, അടിച്ചു പൊളിച്ചു. അച്ഛനും മകനും അടിച്ചു പൊളിച്ചു പറയാം. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഇമോഷൻസ് ഒക്കെ വരുമോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര അവസാനം കൂടെ നമുക്ക് കരച്ചിലൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് പടം കൊണ്ടെത്തിയതാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. സൂപ്പറായിട്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അഭിനയിക്കാൻ അതിയായ മോഹമുള്ളത്. അതിൻ്റെ അന്നൊക്കെ ഇത് വ്യത്യസ്തമായിരുന്നത് എങ്ങനെയാണ്? ആശകളായിരുന്നു ഭയങ്കര ഒരു വെറൈറ്റി പടമാണത്. എന്താ വെച്ചാൽ അത് നമുക്ക് പ്രത്യേക ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ കാണുമ്പോൾ തന്നെ ഇപ്പോൾ പലരും സിനിമ മോഹമായിട്ട് നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഒരുപാട് പേര് സിനിമയിലായിട്ട് ആവാണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഈ പടം കൊള്ളും. എന്തായാലും നല്ല ഹിറ്റായിരിക്കും. ജയറാമേട്ടന് നന്നായിട്ട് നമുക്ക് ഇമോഷൻ ഒക്കെ വരും, കരച്ചിലൊക്കെ വരും. ജയറാമേട്ടന്റെ പഴയ ട്രിബ്യൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ജയറാമൻ പെട്ടെന്ന് നല്ലൊരു അഭിനയ ശൈലിയാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ആ സീനിൽ അങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന ആ സീനൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് നല്ല രസമാണ്. ആശകളായാലും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ പടം, അടിപൊളി. നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയത്, ഇമോഷണൽ എല്ലാം ഉണ്ട്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഇങ്ങനെ സൈലന്റ്? അതന്നെ, നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ്. നല്ല കാണാം, എല്ലാവരും കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അച്ഛനും മകനും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? അതെ അതെ, നല്ല മത്സരിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. ആശകളായാലും എങ്ങനെയുണ്ട്? ആശകളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു നടനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സിലൊരു നടനുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ നടൻ പുറത്തേക്ക് വരും. ഇത് ഒരു കുടുംബ ബന്ധങ്ങളിലൂടെ ഇന്നത്തെ തലമുറയിൽ ബാധിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കഥാകൃത്തിനും സംവിധായകനൊക്കെ ആയിട്ടും അതിൽ കാസ്റ്റ് ചെയ്ത ജയറാം സാറും മകനും ആ കൂടുതൽ ആശാശരത്തിലൂടെ വന്നപ്പോൾ ആ കുടുംബം ഗംഭീരമായി. പിന്നെ അതിനകത്ത് ഓരോ ആക്ടേഴ്സും അവരവരുടെ ഭാഗങ്ങൾ ഒരുപാട് പേരെ കുറിച്ച് പറയാനുണ്ട്. എങ്കിൽ പോലും നമ്മളെ ഒരു ഫസ്റ്റ് ഹാഫ് ഒന്നും ഇൻ്റർവെലായത് അറിഞ്ഞു പോലുമില്ല. പല സന്ദർഭത്തിലും നമ്മൾ കരച്ചിലിൻ്റെ വക്കിലും കയ്യടിയുടെ വക്കിലും എത്തും. അങ്ങനെയുള്ള പെർഫോമൻസാണ് അച്ഛൻ്റെയും മകൻ്റെയും കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്നത്. സൂപ്പർ പടം. ഞാൻ കരഞ്ഞു വരുന്നത് ശരിക്കും പറയാം. ഞാൻ പറയാമല്ലോ, കാരണം ആ ഒരു അച്ഛൻ എന്നിലുണ്ട്. കാരണം അതേപോലെ ഒരു കുടുംബത്തിൽ പോകുന്ന ഒരാളാണ്, കുടുംബത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് പല സന്ദർഭത്തിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അതായത് സൂപ്പർ പടം. കുടുംബസമേതം തീർച്ചയായിട്ടും ഈ എല്ലാവരും വന്നിട്ട് കാണേണ്ട പടം. ഈ തിയേറ്ററിൽ വന്ന് ഈ അടുത്ത കാലത്ത് വന്നതിൽ ഇത്രയും സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു പടം അതാണിത്. ആ പടം കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഹ്യൂമർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അച്ഛനും മോനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട്, അടിപൊളിയുണ്ട്. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും രണ്ടുപേരും നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. ആശ മാം എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ചേച്ചി, എല്ലാവരും ലാസ്റ്റത്തെ ഡയലോഗ് അടിപൊളിയായിരുന്നു. നല്ല കരച്ചിലൊക്കെ വന്നു. ഒരു ഗോൾഡ് ആയിട്ടുള്ള അമ്മ, നല്ല സ്നേഹമായിട്ട്. എങ്ങനെ തോന്നുന്നു എല്ലാവരുടെ കൂടി? സന്തോഷം. നിങ്ങളൊക്കെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് പറയാം. ഞാനും ഇപ്പോഴാണ് മുഴുവനായിട്ട് മൂവി കാണുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. എല്ലാവരും കാണൂ, കുടുംബമായിട്ട് വന്ന് കാണും. ഒരു കുടുംബ ചിത്രമാണ്. കയ്യടിയൊക്കെ ആസ്വദിച്ചു? നല്ലോണം ആസ്വദിച്ചു. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ സന്തോഷം. എല്ലാവരും ഒപ്പം ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിട്ടുന്നതിലൊരു സന്തോഷം. താങ്ക് യു ഓൾ. ജയറാമേട്ടനും കാളിദാസൊക്കെ എവിടെയാ? വരും, എല്ലാവരും വരും. ഇനിയുണ്ടല്ലോ, ഷോസ് വരുന്നുണ്ടല്ലോ, വരും കേട്ടോ. താങ്ക് യു സോ മച്ച്.
ആശകളായാലും അതിലുണ്ടായിരുന്നു ഇല്ലേ? അതിന്റെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അമ്മയുടെ കോംബോ, അച്ഛൻ മോൻ്റെ കോംബോ, പിന്നെ ഫുൾ ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും വന്ന് കണ്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലൊരു മൂവിയാണ്. എങ്ങനെ തോന്നുന്നു എല്ലാവരുടെ കൂടി പടം കണ്ടപ്പോൾ? ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഒരു വേഷം ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ പടത്തിൽ പറയുന്ന പോലെ കയറി വരുന്നവരുടെ ഒരു സിനിമ കൂടിയാണ് സിനിമ, അറിയാമല്ലോ. അപ്പോൾ ജയറാമേട്ടൻ്റെയും കാളിദാസിൻ്റെയും ഒക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടുപേരെ ഒരു കംബാക്കാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കുറേ ഇമോഷൻസ് വർക്കൗട്ട് ആകുന്നുണ്ട്, നല്ല കോമഡി വർക്കൗട്ട് ആകുന്നുണ്ട്. ആശേഷി ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിയിൽ ഇരുന്ന് വേറൊരു ഫാമിലി പടം കാണുന്ന പോലെ നമുക്ക് തോന്നും. അടിപൊളിയായിട്ടുണ്ട്. കുറേ ടാഗും ട്രോൾസും വന്നിട്ടുണ്ട്. പണ്ട് കണ്ട പടങ്ങളിലെ പല ചെറിയ ബിറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. പഴയ ജയറാമേട്ടന് തിരിച്ചു വരുന്നുണ്ടല്ലോ. നമ്മളൊരു ഫാൻ ബോയ് ഫീൽഡ് കാണുമ്പോൾ നമ്മളൊക്കെ ഒരു യൂത്ത്, ഒരു യങ്ങർ, അല്ലെങ്കിൽ ഒരു നമ്മൾ 7-8 വയസ്സിൽ കാണുന്ന ഒരു ഫീല് വീണ്ടും കിട്ടിയ ഒരു പ്രതീതി വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് പടം കാണുക. ശരി, നല്ല പടം. വമ്പിച്ച വിജയമായിരിക്കും. എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജയറാമിൻ്റെത് കാളിദാസിൻ്റെത് ഒക്കെ ഇഷ്ടം ഒരുപാട്. എക്സലന്റ് മൂവി, അസലായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എക്സലന്റ് മൂവി, എല്ലാവരും പോയി കാണും. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. അമ്മ നല്ലതായിരുന്നു. ജയറാം സർ, കാളിദാസ് സർ എല്ലാവരും സൂപ്പറായിരുന്നു. നല്ല കോമഡി ഫിലിമാണ്. കരഞ്ഞോ? ക്ലൈമാക്സിൽ നല്ലതായിരുന്നു. ആശകളായാലും എങ്ങനെയുണ്ടായിരുന്നു? നല്ല നമുക്കൊക്കെ ആശകൾ ഉണ്ടാവും, അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു മൂവിയാണോ ഇത്? അതായത് എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് നമ്മൾ പണ്ടോട്ടേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഫിലിമിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഒരു ജയറാമേട്ടനെ ഓർമ്മ. അതുപോലെ കാളിദാസും അങ്ങനെ തന്നെയാണ്. അതായത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ശരിക്കും ആ ഒരു ബോണ്ടിങ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ശരിക്കും ഭയങ്കര നമുക്ക് ഇമോഷണലി ടച്ച് ആവുന്നുണ്ട് മൂവി. ആശി ശരത് മാമിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ്. അതായത് അച്ഛനും മക്കൾക്കും വേണ്ടിയിട്ട് അത്രയും ശരിക്കും ആ ആശകൾ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, മക്കൾക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു അത്രയും ആ ഒരു സപ്പോർട്ട് ആ അമ്മയുടെ ഒരു ക്യാരക്ടറിൽ മനസ്സിലാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ നെപ്പോ കിഡിനെയൊക്കെ കളിയാക്കുന്ന ഇതിൽ സിനിമയിൽ ആരെങ്കിലും ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാം. അതായത് ഇപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിനിമകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, അത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, സിനിമക്കാർക്ക് അത് ശരിക്കും വേഗം മനസ്സിലാവും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് കൂടി കാണിക്കുന്ന ഒരു സിനിമ കൂടി. എനിക്ക് വിഷമം തോന്നുന്നു ഓരോ സീനുകളും കാണും. അതായത് പല സീനുകൾ ലാസ്റ്റൊക്കെ ആവുന്ന ഈ ക്ലൈമാക്സിലൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര കുറച്ചുകൂടി ഇമോഷണലി ആവുന്നുണ്ട്. അതിൽ പെർഫോമൻസ് ആയാലും ജയറാമേട്ടൻ്റെ ആയാലും അതേ കാളിദാസിൻ്റെ ഒക്കെ പെർഫോമൻസ് അല്ല. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത് വന്നതിൽ നല്ലൊരു ഫാമിലി ചിത്രം നടക്കും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ? ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ആശ ചേച്ചി ആണെങ്കിലും ശരിക്കും മോളെ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാളിദാസ് ജയറാമാണ് ചേട്ടനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു അനിയത്തി ചേട്ടൻ കോമ്പിനേഷൻ? ഞങ്ങളുടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അധികം വലിയ കുറച്ച് സ്ക്രീൻ ഉള്ളത്. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അടിപൊളി സപ്പോർട്ടിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ പടം കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കരച്ചിലൊക്കെ വരും ഓരോ സീനുകൾ. അതൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ഈ ജയറാമേട്ടൻ്റെ മോൻ്റെ കാളിദാസ്? ഫൈനൽ സീൻ ഞാൻ കാണാനുണ്ടായിരുന്നില്ല, ഞാൻ ഇല്ലായിരുന്നല്ലോ. പക്ഷെ എനിക്കിപ്പോ കണ്ടപ്പോ എനിക്ക് ഇമോഷണലി വന്നു. നമുക്കും കണക്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവസാനം ആശി ചേച്ചിന്റെ ഡയലോഗ് പൊളിച്ചില്ലായിരുന്നു അല്ലേ? അതാണ് അതിന്റെ ഹൈലൈറ്റ്. മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ പണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസിനൊക്കെ ജയറാമേട്ടനെയും കാളിദാസിനെയൊക്കെ കുഞ്ഞായിട്ട് കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള അതിൽ തന്നെ നമ്മൾ ഒരുപാട് കരച്ചിലൊക്കെ വരും. അതിൽ നിന്ന് വലുതായി ഈ ഒരു സിനിമയിൽ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഒരേപോലെ തന്നെ ഇപ്പോഴും രണ്ടുപേരും ഒരേപോലെ തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി അഭിനയമായിരുന്നു രണ്ടുപേരുടെയും. ഇഷ്ടപ്പെട്ടു. ഇതിലും നല്ലൊരു വേഷമാണ്. നമ്മളൊക്കെ എന്താ പറയാ കാളിദാസിന്റെ നല്ല ഉറ്റ സുഹൃത്തായിട്ട്. കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അങ്ങനെ അഭിപ്രായം കേൾക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. എന്നാലും അവരുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ നമ്മൾ ഈ സീനൊക്കെ കാണുമ്പോഴേ ആ അച്ഛൻ മകൻ കോമ്പിനേഷൻ അതൊക്കെ കോംബോ പണ്ട് നമ്മൾ കൊച്ചു സന്തോഷങ്ങൾ പോയ സിനിമ കണ്ട പോലെ തന്നെ നല്ലൊരു കോംബോ ആണ്. കാരണം നമുക്ക് അവസാനം നമ്മുടെ കണ്ണ് നിറയും. ഫണ്ണിന്ന് തുടങ്ങി കണ്ണ് നിറയുന്ന ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ.
ഇതിൽ നല്ലൊരു സുഹൃത്താണ്, എന്തിനും കട്ട കേൾക്കുന്ന സുഹൃത്താണ്. ജീവിതത്തിലും എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. നല്ല ഞാനും അവൻ കൂടിയാണ് പോയത് ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട്. പടം ഒരു ഫീൽ ഗുഡ് ഫാമിലി ഫിലിം തന്നെയാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ എന്താണോ കൈയടിക്കുക അതെല്ലാം തന്നെ കിട്ടി. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്നതും വളരെ നന്നായിട്ട് തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസും നല്ലതാണ്. ഉറപ്പായിട്ടും കാളിദാസ് ജയറാമേട്ടൻ്റെയും ആ USP ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ കോംബോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതിപ്പോ നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മ വരും, പഴയ ആ ഒരു scene. ആണോ? ഞങ്ങളിതിൽ വർക്ക് ചെയ്തുകൊണ്ട് അറിയത്തില്ല. കണ്ടായിരുന്നു? സിനിമ കണ്ടു. കരച്ചിന് വരും, ജയറാമേട്ടൻ കാര്യം പ്രത്യേകിച്ച് നമുക്കൊരു ഇമോഷൻ വരും. ഇത് ഒരു 100% ഫാമിലി സിനിമ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരു തിയേറ്റർ നിറഞ്ഞിരുന്ന് കാണുമ്പോഴത്തേക്ക് അത് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പിന്നെ ചിരിക്കാനുണ്ട്, ഹ്യൂമേഴ്സ് ഉണ്ട്. ക്ലൈമാക്സ് ആയിരുന്നു നമ്മൾ എങ്ങനെയാവും എന്നുള്ളത്, അത് എല്ലാവർക്കും വർക്കാവുന്നു. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. അപ്പോൾ ഈ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതിൻ്റെ ഇപ്പം എല്ലാം നല്ല ടെക്നീഷ്യൻസ് ആണ് കൂടെ ഉണ്ടായിരുന്ന, ഒരു മ്യൂസിക് ആയാലും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഗുണം ക്യാമറ ചെയ്ത് എനിക്കും കിട്ടി. ഞങ്ങളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്തതാണ്, എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം. നല്ല രസമുണ്ടായിരുന്നു, ക്യാമറയൊക്കെ നല്ല താങ്ക് യു വെരി മച്ച്. അതിന് നന്ദി പറയേണ്ടത്, നമ്മൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഫണ്ട് ഉണ്ടാവണം. അപ്പോൾ ആദ്യം തന്നെ അതിന് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഗൂഗിളത്തിന് നന്ദി പറയുന്നു. ആശകളായിരം സിനിമയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ജയറാമേട്ടനോട് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടല്ലോ ജയറാമേട്ടൻ. അതായത് എല്ലാവരുടെയും കൂടെ ഞാൻ നെയ്ബറായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ. പിന്നെ നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു മൂവിയാണ്. എസ്പെഷ്യലി അച്ഛൻ മകൻ ആ ഒരു ഫാമിലി ഭയങ്കര രസമായിട്ട് കണക്റ്റ് ആവും. ആശകളായിരുന്നു, നമ്മുടെ ആശകളൊക്കെ നിറവേറുമോ? ഗംഭീര പടം. ജയറാമേട്ടൻ തന്നെ പറയുമ്പോൾ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരുടെ നടനല്ല, ഒരു ഹീറോ അല്ല. പുള്ളിയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പടമാണിത്. എന്നാൽ തമാശകൾ, ഇമോഷൻസ് ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടനൊക്കെ കണ്ണ് നനുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സുകൂടെയാണ് കരയുന്നുള്ളതാണ്. അത്ര നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, എൻ്റെ റിക്വസ്റ്റ് എന്നല്ല, മലയാളി പ്രേക്ഷകരുടെ റിക്വസ്റ്റാണ്. ജയറാമേട്ടനൊക്കെ സിനിമയിൽ ചെയ്യണം, മലയാള സിനിമകൾ ചെയ്യണം. അതർ ലാംഗ്വേജ് സിനിമകൾ ചെയ്യുന്നുണ്ടോ ഒക്കെ, പക്ഷെ നമുക്ക് മലയാളികൾക്ക് കിട്ടണം ജയറാമേട്ടനെ പോലെ നടന്മാരെ. അതെ, നമ്മളത് തിരിച്ചു വന്നെന്നുള്ളൊരു ഓർമ്മിച്ചൊരു അത് ലിസ്റ്റിലൊക്കെ പെടുത്ത ആശകളായിരം നല്ല സിനിമയാണ്. അതേ പറഞ്ഞല്ലോ, തിരിച്ചു വരട്ടെ, നല്ല സിനിമകളൊക്കെ ചെയ്യട്ടെ, എന്നാലേ തിയേറ്ററൊക്കെ പൂരപ്പറമ്പ് ആവുള്ളൂ. ശരി, അച്ഛനും മകനും എങ്ങനെ 10-25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണില്ല. ശരിക്കും അച്ഛനും മകനായിട്ട് ഇതിൽ ആരാണ് സ്കോർ ചെയ്ത് നമുക്ക് തോന്നില്ല. അത്ര നന്നായിട്ടാണ് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ട് അവർ ആ ഒരു കോംബോ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. നമുക്ക് സമയം പോണേ അറിയില്ല. ഇന്റർവെല്ലൊക്കെ ആയതുപോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്.